തിരുവനന്തപുരം വർക്കലയിൽ 19-കാരിയായ നവവധു ജീവനൊടുക്കി. റാത്തിക്കൽ സ്വദേശി നാസിയാണ് മരിച്ചത്. ഇന്നലെ വീട്ടിലെ കിടപ്പുമുറിയിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച നാസിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രദീപ് പാർശാല ചേരുന്നു വിവരങ്ങളുമായി. പ്രദീപ്, എന്തായാലും ദാരുണമായ ഒരു സംഭവമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 19-കാരിയാണ് ഇത്തരത്തിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ആദ്യത്തെ വെട്ടൂർ റാത്തിക്കൽ മൗണ്ടുമുക്ക് നാസിയ മൻസണിൽ 19 വയസ്സുള്ള നാസിയയാണ് മരണപ്പെട്ടത്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം നടക്കുന്നത്. കിടപ്പുമുറിയിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ച നാസിയെ വീട്ടുകാർ തൊട്ടടുത്തുള്ള ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. അതീവ ഗുരുതരാവസ്ഥ കാരണം തിരുവനന്തപുരത്തെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ ചികിത്സയിലിരിക്കെ ഇന്ന് ഉച്ചയോടെയാണ് മരണപ്പെട്ടത്. നാസിയുടെ ഭർത്താവ് വിദേശത്താണ്. ഇക്കഴിഞ്ഞ മെയ് 10-നാണ് നാസിയുടെ വിവാഹം കൊല്ലം പരവൂർ സ്വദേശിയായ യുവാവിനൊപ്പം നടന്നത്. വിവാഹശേഷം ഭർത്താവ് ഖത്തറിൽ പോയെങ്കിലും ഭാര്യ വീട്ടിലെ പീഡനമാണ് ഇത്തരത്തിലുള്ള ഒരു മരണത്തിലേക്ക് നയിച്ചതെന്ന നിഗമനത്തിലാണ് ബന്ധുക്കളും മറ്റുള്ളവരും ആരോപിക്കുന്നത്. വ്യക്തമല്ല, അത് കൃത്യമായ മറ്റു അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഭർത്താവ് ഈ മാസം 25-നാണ് നാട്ടിൽ വരുമെന്ന് പറയുന്നുണ്ടായിരുന്നത്. വീണ്ടും ഭർത്ത വീട്ടിലേക്ക് പോകേണ്ടി വരുമെന്നല്ലോ എന്നുള്ള ഒരു മനോവിഷമമാകാം ഇത്തരത്തിൽ മരണപ്പെട്ട മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള ഒരു നിഗമനം കൂടി വരുന്നു. എന്തായാലും പോലീസ് കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തി വരികയാണ്. ദീപ്തി, ശരി, എന്തായാലും ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. വർക്കലയിലാണ് 19-കാരിയായ നവവധുവിനെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. റാത്തിക്കൽ സ്വദേശിയായ നാസിയാണ് മരിച്ചത്. ഇന്നലെ വീട്ടിലെ കിടപ്പുമുറിയിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച നിലയിൽ നാസിയെ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രദീപ് പാർശാലാണ് വിവരങ്ങൾ നൽകിയത്.